വടാപ്പാവ് ആണ് അവരുടെ പ്രഭാത ഭക്ഷണം. അതുപോലെ തന്നെ പാവ് ഭാജി, പാവും എന്ന ബ്രെഡ് പോലെയുള്ള ഒരു സംഭവമാണ് പാവ്. ഈ പാവും അതിൻ്റെ കൂടെ ഒരു സബ്ജി, പാവ് ഭാജി എന്ന് പറയുന്നത് അത് സാധാരണയായി കടലയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു കറിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങൾ ആണ് ധാരാളമായി ഈ തട്ടുകടകളിൽ കിട്ടുക. തട്ടുകടകൾ എന്ന് പറയുന്നത് ഉണ്ടുവണ്ടികളാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രാതിനിധ്യം കൂടുതലുള്ള സമയങ്ങളിൽ, രാവിലെ സമയങ്ങളിലും വൈകുന്നേരം സമയങ്ങളിലുമാണ് ഈ തട്ടുകടകൾ പ്രവർത്തനക്ഷമം ആകുക. അതോടൊപ്പം തന്നെ ഉച്ചനേരത്ത് നരിമാൻ പോയിന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ മറ്റുള്ള കടകളൊന്നുമില്ല, ഓഫീസുകളുടെ സമുച്ചയങ്ങളാണ് നരിമാൻ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. വലിയ വലിയ ഓഫീസുകളെല്ലാം മുംബൈയുടെ ഒരു കൊമേഴ്സ്യൽ തലസ്ഥാനമാണ് മുംബൈ. അപ്പോൾ മേജറായിട്ടുള്ള എല്ലാവിധ ഓഫീസുകളും നരിമാൻ പോയിന്റിലാണ് നടക്കുന്നത്. അപ്പം നരിമാൻ പോയിന്റിനെ പറ്റി മാത്രമായി ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉച്ച സമയത്ത് ലഞ്ച് ടൈമിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊന്നും പോയി കഴിക്കുവാനുള്ള സമയം കാണില്ല. അവർക്ക് പെട്ടെന്ന് ലഞ്ചിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരികെ ഓഫീസിൽ പോകണം. അപ്പോൾ തൊട്ട് താഴെ റോഡിൽ അന്നേരം ഇതുപോലെയുള്ള തട്ടുകടകളെയാണ് അവർ ആശ്രയിക്കുക. സാൻഡ്വിച്ചസും അല്ലെന്നുണ്ടെങ്കിൽ വടാപ്പാവും പൊട്ടറ്റോ വടയും അങ്ങനെയുള്ള ലഘുഭക്ഷണത്തിൽ അവരുടെ ലഞ്ച് അവർ നിർത്തിവെക്കുക പതിവാണ്. അപ്പോൾ ഇങ്ങനെ തിരക്കേറിയ മുംബൈ ജീവിതത്തിൽ അതുപോലെയുള്ള തിരക്കിൽ എന്നോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് വഴിയോരത്തുള്ള ഈ തട്ടുകടകൾ അല്ലെങ്കിൽ ലഘുഭക്ഷണശാലകൾ. അത് തിരക്കേറിയ മുംബൈ ജീവിതത്തിൽ തിരക്കോടെ ഓടി നടക്കുന്ന ഒരു ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ജീവിതത്തിൽ തിരക്ക് പിടിച്ചു നടക്കുന്ന ജനങ്ങൾക്ക് വലിയ വില കൊടുക്കാതെ, അവരുടെ സമയം അധികം ചെലവഴിക്കാതെ പെട്ടെന്ന് അവരുടെ വയറ് നിറയുന്ന പോലെ പെട്ടെന്ന് തന്നെ വിശപ്പ് അകറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വഴിയോര